കഷ്ടകാലത്തിന് ലോക്ക്ഡൌണും ആയി. ഇല്ലെങ്കിൽ ഞാൻ എത്ര സന്തോഷമായിട്ട് വീട്ടിലിരിക്കേണ്ടെന്ന് അറിയോ? ആഹാ, നീ അങ്ങനെ പറയണ്ട. സില്ലി ഫൈറ്റ്സ് തുടങ്ങി വെച്ചത് നീയാ, ഞാനല്ല. എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറയുന്നു. തെറ്റ് ചെയ്തെങ്കിൽ അത് സമ്മതിക്കാൻ നോക്ക്, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് നല്ല ഉദ്ദേശത്തോടു കൂടിയാ, അതുകൊണ്ടാ ഇവരെല്ലാരും കൂട്ടി വന്നേ. പക്ഷെ നീയോ എന്റെ ഐഡിയാസ് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കല്ലേ നീ ചെയ്തേ? അതെന്താടി നീ മറന്നുപോയോ? ഇവരുടെ ഈ വഴക്ക് കുറച്ചു നേരം കൂടെ നീണ്ടു നിന്നാ ഇവിടെ എന്തായാലും ഒരു ശവം വീഴും. ഇതെന്തായാലും വൈറലാകാനുള്ള പോക്ക് തന്നെയാ. രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കൂ. ഇപ്പൊ എൻഗേജ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്താൽ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയത് പെർമനന്റ് ആയിട്ട് ഇത് ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയാ. ഐ നോ യുവർ വീക്ക്നെസ് സ്വീറ്റ് ഹാർട്ട്. ഇനി നിങ്ങൾക്കിടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വേദ്. ചേട്ടാ ചേട്ടാ ഓക്കെ അല്ലേട്ടാ? എന്തൊരു ചേട്ടാ ഒന്നുമില്ല. ഏയ്, ആരാ അവിടെ പടക്കം പൊട്ടിച്ചേ? ദയവ് ചെയ്തൊന്ന് നിർത്തോ. പ്ലീസ് ഒന്ന് നിർത്ത. ആരാ അത്? കുഴപ്പമില്ല, അത് എത്ര പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സുമേഷ്, ആരവിടെ പടക്കം പൊട്ടിക്കുന്നെന്ന് പോയി നോക്ക്. പോയി നിർത്താൻ പറ. ശരി മാഡം, ഞാൻ നോക്കിട്ട് വരാം. വേദ, ഒരു പ്രശ്നമില്ല, നീ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കെ. ഞങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ? ഡോണ്ട് വറി വേദ. റിലാക്സ്. വേദ, സുമേഷ് അങ്ങോട്ട് പോയിട്ടുണ്ട്. വേദ പെട്ടെന്ന് തന്നെ നിർത്തിക്കോളും. അതിപ്പോ സ്റ്റോപ്പ് ചെയ്യും വേദാന്ത്. ഒന്നും സംഭവിക്കില്ല, നീ ഒന്ന് സമാധാനപ്പെട്. റിലാക്സ് ചേട്ടാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, സമാധാനമായിട്ടിരിക്കും വേദ. ചേട്ടാ വേദാന്ത്, നീ ഒന്ന് റിലാക്സ് ആയ. സിദ്ധാർത്ഥ്, ഞാൻ പറയുന്നേക്ക്. വിക്രാന്ത്, കഴിഞ്ഞ 2 വർഷം ഇതിനേക്കാൾ വലിയ നരകവേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വേദ്. എന്നിട്ട് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്നെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു നീ? ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ചേട്ടാ, ഞങ്ങൾ എല്ലാവരും കൂടിയുണ്ട്. റിലാക്സ്, ടേക്ക് ഡീപ് ബ്രെത്ത്. വേദാ, നീ ഒന്ന് സമാധാനിക്ക്. കാം ഡൗൺ. അതുകൊണ്ട് ആർക്കൊന്നും സംഭവിക്കില്ല. നീ ഒന്ന് സമാധാനപ്പെട്. റിലാക്സ്. സൗണ്ടില്ല കേൾക്കുന്നേ. ശബ്ദം തന്നെയാ. ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റുമോ? അമൂല്യ, നീ എവിടെയാ? അമൂല്യ, അമൂല്യ,
അമൂല്യ, നീ എവിടെയാ അമൂല്യ? അമൂല്യ, 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 വേദാന്ത്! അമൂല്യ, വേദാന്ത്! അമൂല്യ, വേദാന്ത്! വേദാന്ത്! അമൂല്യ. വിക്കേളിയ, നമുക്ക് പോയി നോക്കാം. അവിടെ നിക്കളിയാ. എന്താണ് നിന്റെ പ്രശ്നം? ചേട്ടൻ ഇത്രയും നേരവും ക്രാക്കേഴ്സിന്റെ സൗണ്ട് ആയിട്ട് പേടിച്ചിരിക്കായിരുന്നില്ലേ? ഇനി കുറച്ചു നേരത്തേക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. എടാ, പക്ഷെ നമ്മുടെ അമ്മു. നിക്കളിയാ. റൗഡി കൊച്ച് എന്തായാലും ഇത് മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് തോന്നുന്നേ. ചേട്ടന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവിടെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കും. ആണോ? അതെ അളിയ, പ്രണയത്തിന്റെ ശക്തി അത്. ഇനി എന്തൊക്കെ പേടിയുണ്ടെങ്കിലും അത് മറക്കും. ഇത്രയും നേരം വഴക്കുണ്ടാക്കിയതല്ലേ, ഇപ്പൊ ചേട്ടനെ നോക്കി അമ്മയിലേക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ പോയതല്ലേ. എടി ലൂസേ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനു വിളിച്ച് കൂവിയത്? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്തിനാ ചാകാൻ കിടക്കുന്ന പോലെ വിളിച്ച് കൂവിയത്? ഞാൻ എത്ര പേടിച്ചെന്നറിയോ? കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? നിന്നെ പോലൊരു വട്ട് കേസിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഓടി വന്നപ്പോ ഒന്നുമില്ലെന്നല്ലേ? ആ ശബ്ദമൊക്കെ കേട്ടപ്പോ നീ ഒരുപാട് പേടിച്ചില്ലേ വേദ? അതിന്ന് രക്ഷപ്പെടാൻ നീ കിടന്ന് പാടുപെടുന്നത് ഞാൻ കണ്ടതാ. എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാ ആ പേടിയെല്ലാം മറന്ന് നീ എന്നെ തേടി വരില്ലേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കൈ അലമാരയിൽ വെച്ചിട്ട് ബഹളം ഉണ്ടാക്കിയത്. ഭാഗ്യത്തിന് അത് വർക്കാവുകയും ചെയ്തു. Yes, Vedan, you did it. Yes, Amulya. I'm completely my... അയ്യോ, എടാ ലൂസേ, നിന്നെ രക്ഷപ്പെടുത്താൻ വന്നിട്ട് നീ എന്റെ നടുവ് ഓടിക്കോ? എന്നെ കൈ വിട്ടു അല്ലേ? എനിക്കൊന്നും വരാതെ നോക്കുന്നു പറഞ്ഞത് ഇതാണോ? നിന്നെ ഞാൻ... അയ്യോ മതി, നിർത്ത്. അല്ലെങ്കിൽ തന്നെ ടെൻഷൻ ആയിരുന്നു. എന്നെ വീണ്ടും ടെൻഷൻ എടുപ്പിച്ചതിനുള്ള പണിഷ്മെന്റ് മാത്രമായിരുന്നു അത്. അതുകൊണ്ടാ ഞാൻ നിന്നെ കഴുതക്കുട്ടിന്ന് വിളിക്കുന്നത്. കേട്ടോടി കഴുത. DJ ഡബ്ബ ജോക്കർ. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. DJ, നീ എന്റെ കള്ളച്ചെറുക്കനാണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കള്ളച്ചെറുക്കൻ. കള്ളച്ചെറുക്ക, എനിക്ക് മരിക്കുന്നത് വരെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം. പ്ലീസ്, വഴക്കൊക്കെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. പിന്നെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് തമാശയായിട്ട് പോലും പറയരുത് പ്ലീസ്. ഡെഫിനറ്റ്ലി. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് ദേഷ്യപ്പെട്ടില്ല. അപ്പൊ നമ്മുടെ ഈ വഴക്ക് അവസാനിപ്പിച്ചാലോ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കല്യാണ അറേഞ്ച്മെന്റ്സിന് നിനക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ? താങ്ക് യു സോ മച്ച് കള്ളച്ചെറുക്ക. ഞാൻ പറഞ്ഞതൊക്കെ അംഗീകരിച്ചല്ലോ. എക്സ്ക്യൂസ് മീ, അതൊക്കെ അംഗീകരിച്ചെന്ന് ആര് പറഞ്ഞു? അതുപോലെയുള്ള ലോക്കൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമേ അല്ല. വെറുതെ എന്നെ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് വേണ്ടി അതുപോലും ചെയ്യാൻ നിനക്ക് പറ്റില്ലെന്നാണോ? നിനക്ക് എന്നെ മനസ്സിലാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നത്, എന്നിട്ടെന്താ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തെ? ഇത്രയല്ല, നിനക്ക് ഒരുപാട് കുറ്റങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ആ സാഹിത്യം മതിയായിരുന്നു, അവളെ നിനക്ക് ചേരുള്ളൂ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അപ്പ ദേഷ്യം വരും. അത് ഞാൻ സഹിക്കുന്നില്ലേ? റൊമാൻസിലെ ആരെന്താണെന്ന് പോലും നിനക്കറിയില്ല, അതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എടി,
നിന്റെ ദേഷ്യവും വാശിയും അഹങ്കാരവും എല്ലാം ഞാൻ സഹിക്കുന്നുണ്ടായിരുന്നല്ലോ. മാത്രമല്ല നീ ഒരു റോബോട്ടാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ വേണമെന്ന് വാശി പിടിച്ചവളായി ഞാൻ. അയ്യോ, അത്രയൊക്കെ ചെയ്ത് എന്നോട് ഇത്ര പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ലേ വേദ? ഇങ്ങനെയൊക്കെയായിരുന്നു മനസ്സിലെ. ഇത്ര നാൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ബൈ ദ വേ, സാഹിത്യയുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. പിന്നെ അമ്മയുടെ കാര്യം നിനക്ക് അറിയുന്നല്ലേ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ സമ്മതിച്ചത്. ഈ സെൻസിബിൾ, സെൻസിറ്റിവിറ്റി, ഇതിന്റെ ഒക്കെ അർത്ഥം നിനക്ക് അറിയോ? ഹോ, അല്ലെങ്കിൽ ഈ പെർഫെക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥമേ നിനക്ക് അറിയില്ലല്ലോ. നിനക്ക് ഒന്നേ അറിയൂ, വായിട്ടലയ്ക്കാൻ ലൗഡ് സ്പീക്കർ, വായാടി. നാക്കിന് വല്ലാത്ത നീളമുണ്ടെന്നല്ലാതെ തീരെ ബുദ്ധിയില്ല. ഓഹോഹോ, ഇത്രയൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരുന്നോ? ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നേ? അന്ന് എന്നെ താജ്മഹലിൽ വെച്ച് പ്രപ്പോസ് ചെയ്തപ്പോ അപ്പൊ പറയായിരുന്നല്ലോ. ഇതാ കണ്ടില്ലേ, ഇപ്പൊ നീ എന്തായി പറയുന്നു നോക്ക്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താ, അതെന്തിനാ പറയുന്നതെന്ന് മനസ്സിലാക്കാതെയല്ലേ നീ സംസാരിക്കുന്നേ? അതെ പൊന്നുമോനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇങ്ങനെയുള്ള എന്നെ തന്നെയല്ലേ നീ അന്ന് സ്നേഹിച്ചേ? ഓഫ് കോഴ്സ് യെസ്. പക്ഷെ പ്രണയത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഇനി നിനക്ക് വിവരമില്ലല്ലോ. എന്നോട് എന്തിനാ പറയുന്നേ? നിനക്കും അഡ്ജസ്റ്റ് ചെയ്യാലോ. ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇരുന്ന ഞാനായിരുന്നു, ഇതിപ്പോ ഞാൻ തന്നെയാണോ എന്നാ എനിക്കിപ്പോ എന്റെ ഏറ്റവും വലിയ സംശയം. വേദാന്ത് മേനോൻ, വേദാന്ത് വെഞ്ചേഴ്സിന്റെ സിഇഒ. എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു. എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും രണ്ടു വട്ടം ആലോചിക്കായിരുന്നു. പക്ഷെ നിന്റെ വലയിൽ വീണ ശേഷമേ എന്റെ വിലയൊക്കെ പോയി. നീ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ സഹിച്ച് നിന്റെ പിന്നാലെ പട്ടിയെ പോലെ വന്നത് മറക്കണ്ട. ആരാ പുറകെ വരാൻ പറഞ്ഞു? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഓ റിയലി? ശരി കേട്ടോ, ഞാൻ ഇപ്പൊ പറയാം. എനിക്ക് നിന്റെ മോന്ത കാണുന്നതേ ഇഷ്ടമല്ല. നിന്നോട് ഇനി ഒരു കോംപ്രമൈസിന് ഞാൻ നിക്കത്തുമില്ല. വാട്ട്? അങ്ങനെയാണോ? താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ്. നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോകാനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ DCPയോട് ആദ്യമേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള പെർമിഷൻ തന്നിരിക്കുകയാണ്. ദാറ്റ്സ് റിയലി നൈസ് സിദ്ധാർത്ഥ്. ഗുഡ് ജോബ്. ശരി, വേഗം എനിക്കൊന്ന് വീട്ടിലേക്ക് എത്തിക്കിട്ടിയാ മതി. ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. അപ്പൊ എൻഗേജ്മെന്റിന്റെ കാര്യം എന്താ? വീട്ടിലെത്തിയിട്ട് ഡേറ്റിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. അല്ലളിയ, അപ്പൊ ഈ മുഹൂർത്തത്തിന്റെ കാര്യം? അതോർത്ത് ടെൻഷൻ ആവണ്ട വെക്കി. ഇക്കാര്യമൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞൊരു മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞേ. ആ സമയത്ത് ഫിക്സ് ചെയ്യാന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. വേദാന്ത്, അമ്മുന്റെ ബാഗ് ഇതാ അവിടെ ഉണ്ട്. അതെ, എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അതിന് ആരുടെ സഹായം വേണ്ട. അവര് വീണ്ടും വഴക്കുണ്ടാക്കിയെന്ന് തോന്നുന്നത്. ഇത് ആര് കണ്ണുവെച്ചെന്നറിയില്ല. ഇതിന്റെ ഒരു അവസാനമില്ല ദൈവമേ. എന്തൊരു കഷ്ടം. എല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കാണല്ലേ. സുമേഷ്, ഇതൊക്കെ കേട്ടിട്ടേ താനൊരു കവിത എഴുത്. ഇവർക്ക് വേണ്ടി കവിത എഴുതേണ്ട ഒരു കാര്യമില്ല സിദ്ധാർത്ഥ് സാർ. ഇവർക്ക് വേനലാണെങ്കിലും ശിശിരമാണെങ്കിലും വസന്തമാണെങ്കിലും ഒരു കാര്യമേ അറിയൂ. അതെന്താണെന്ന് പറയടോ പൊട്ടൻ സുമേഷ്. ഇവർക്ക് പരസ്പരം നല്ല സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇവർക്ക് ബുദ്ധി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കും ഇല്ല. ഇവരുടെ കൂടെ നടന്നാ നമുക്കും വട്ടാ. ഭൂലോക പുത്രനാണ്.
വേദാന്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ആ ക്രാക്കേഴ്സ് ഒക്കെ വാങ്ങിയത്. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് അത് കാരണം ഇവരുടെ റിലേഷൻഷിപ്പിനെ തന്നെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. വെൽ ഡൺ അഹല്യ. സിദ്ധാർത്ഥ് സാർ, അല്ല ഇവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കിട്ടാൽ എങ്ങനെ കല്യാണ നിശ്ചയം നടക്കും? എങ്ങനെ കല്യാണം നടക്കും? എങ്ങനെ കുട്ടികളുണ്ടാകും? ഞാനാണെങ്കിൽ എന്തൊക്കെ സ്വപ്നം കണ്ടതാ. ബോസിന്റെയും മേഡത്തിന്റെയും കല്യാണ പന്തലിൽ വെച്ച് എന്റെ മീനുവിന്റെയും കല്യാണം നടത്താം. ബോസ് ഹണിമൂണിന് പോകുന്ന സ്ഥലത്ത് ഞാനും മീനുവും കൂടെ പിന്നാലെ പോകുന്നു. അതിന്റെ ഇടയിൽ കൊറോണ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അവരിങ്ങനെയാ പോകുന്നതെങ്കിൽ എല്ലാം ഒരു വഴിക്കങ്ങ് പോകും. താനൊന്നും മിണ്ടാതിരിക്കോ? വായടക്കി. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന. അതാ തന്റെ കാര്യം. അമ്മ ഒരു കൊച്ചുകുട്ടിയാ, വാശിക്കാരി. പക്ഷെ നമ്മുടെ വേദാന്ത് അങ്ങനെയാണോ? അവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലെന്താ? ഞാൻ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹലോ ഹലോ സിദ്ധാർത്ഥ് സാർ, എന്റെ ബോസ് ഇതിനെ ഇപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇതുപോലെ പോയി റൗഡ് ബേബിയോട് കൂടെ കാര്യം പറയും. വീട്ടിലെല്ലാവരും എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞ എന്ത് സന്തോഷത്തിലായിരുന്നു. ചെറിയമ്മയാണെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചതല്ല. അവസാനം ചെറിയമ്മയെ സമ്മതിച്ച് എൻഗേജ്മെന്റ് നടത്താവുന്ന അവസ്ഥയിലായപ്പോഴാണ് ഇവിടെ ഇവരിപ്പോ രണ്ടുപേരും എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞ് കുട്ടികളി കളിക്കുന്നേ. അതാ ഇനി ചെറിയമ്മ ഇവരായിട്ട് ഒരു ബന്ധവും വേണ്ട, ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു ആലോചിച്ച് നോക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും പഴയതൊക്കെ റിവൈൻഡ് അടിച്ച് വരാൻ പോവാ. സിദ്ധാർത്ഥ് സാറേ, ശരിക്കും ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഒരു വഴിയേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരെ വിളിച്ചങ്ങ് പറഞ്ഞേക്ക്. എന്തിന്? അവരെ കൂടെ ടെൻഷൻ ആക്കാനോ? നിനക്കെന്താ? സോറി സാർ, ഞാനൊരു പൊട്ടനാണെന്ന് അറിയില്ലേ. കൂടുതലൊന്നും ഞാൻ ആലോചിക്കാറില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. എന്നാ വേറൊരു കാര്യം ചെയ്യാം. ആദ്യം മേഡത്തിനോടൊന്ന് പറഞ്ഞു നോക്ക്, എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാതിരിക്കില്ല. എന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞതാണോ തെറ്റെന്ന് ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റായിട്ട് എനിക്കൊന്നും തോന്നിയില്ലല്ലോ. അവളുടെ ഐഡിയ സപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് എന്റെ തോട്ട്സ് എന്താന്ന് ഞാനും പറഞ്ഞു. അവക്കത് ഇഷ്ടമായില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് വഴക്കിടാൻ വരണോ? രണ്ടുപേരും കൂടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യല്ലേ വേണ്ടേ? അവള് മുൻകോപിയും ദേഷ്യക്കാരിയുവാ. ഐ നോ ഇറ്റ്. അതറിഞ്ഞുകൊണ്ട് പിന്നെതിരെ ഞാൻ ഇത്രയും വാശി കാണിക്കുന്നേ? അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? എപ്പോഴും വഴക്കുണ്ടായ ഞാൻ തന്നെ പോയി സോറി പറയണോ? എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ഞാൻ അവളുടെ പാർട്ട്ണർ അല്ലേ. കോംപ്രമൈസ് ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ അവളാ എന്റെ ഐഡിയാസിനെയും പ്ലാൻസിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നേ. അവളുടെ ഐഡിയാസ് ആണെങ്കിൽ പക്കാ ലോക്കലും. ഞാൻ എന്തെങ്കിലും നല്ല ഐഡിയ പറഞ്ഞു കൊടുത്താ അത് കൊള്ളില്ല എന്ന് അവള് പറയും. വലിയൊരു ഐഡിയക്കാരി വന്നിരിക്കുന്നു. ഗാനമേള വെച്ച് പാട്ടൊക്കെ പാടി കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് ബലൂണൊക്കെ തൂക്കി നടത്താൻ ഇതെന്താ തൃശ്ശൂർ പൂരമാണോ? ഓഫ് കോഴ്സ് അവള് കണ്ട കല്യാണങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അവൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകം കൂടിയില്ലേ? അതിൽ ഞാനും കൂടെ ഇല്ലേ? അതെന്താ കഴുത മനസ്സിലാക്കാത്ത? ബ്ലഡി നോൺസെൻസ്. എന്തൊക്കെയാ അവൾ എന്നെ പറ്റി പറഞ്ഞേ? ഒരെണ്ണം കൊടുത്തോണ്ടല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ സമ്മതിച്ചു തന്ന എന്താ പ്രശ്നം? അവക്ക് വേണ്ടി ഞാൻ എത്രമാത്രം ചേഞ്ച് ആയതാ. എനിക്ക് വേണ്ടി അവൾക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി കോംപ്രമൈസ് ചെയ്യില്ല. സോറിയുമില്ല, ആരോടും അഡ്ജസ്റ്റ് ചെയ്യൂല. പ്രണയത്തിൽ രണ്ടുപേർക്കും സ്ഥാനമുണ്ട്. ഒരു പ്രശ്നം വന്ന രണ്ടാളും ഒന്നിച്ച് നിൽക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവക്കൊന്ന് ക്ഷമിച്ചു തന്നൂടെ? ഡോണ്ട് വെറി വേദാന്ത്, നീ പറഞ്ഞതാടാ ശരി. ജസ്റ്റ് കീപ് യുവർ കൂൾ.